നമസ്കാരം. തമിഴ്നാട്ടിൽ കാർ നിർത്തി വെച്ചു കോൺഗ്രസ്സുകാരെ ഓടിച്ചിട്ടടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആരാണ് അടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DMKയുടെ, അതായത് ഉദയനിധി സ്റ്റാലിനും അവൻ്റെ അച്ഛനും ഒക്കെ ചേർന്നിട്ടുള്ള പാർട്ടിയായ DMKയുടെ അണികളാണ് കോൺഗ്രസ്സുകാരെ കാർ നിർത്തി വെച്ച് ഓടിച്ചിട്ടടിക്കുന്നത്. അതിന് കാരണമുണ്ട്. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന അതേ ദിവസം തന്നെ അതിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നത് തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയാണ് എന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സുകാരോടുള്ള എതിർപ്പാണ് ഈ പ്രതിഷേധമായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. വിജയ്ക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷമില്ല. 118 സീറ്റാണ് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം. എന്നാൽ 108 സീറ്റ് മാത്രമേ വിജയുടെ TVK എന്ന പാർട്ടിക്കുള്ളൂ. അങ്ങനെ വിജയ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുന്നു. DMKക്കോ അണ്ണാ DMKക്കോ ഒറ്റയ്ക്ക് ഭരിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകക്ഷിയായിട്ട് ഭരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിൽ വന്ന് നിന്നപ്പോൾ വിജയായിരിക്കും ഭരിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ട രാഹുൽ ഗാന്ധിയും അയാളുടെ പാർട്ടിയും ചാടിക്കേറി വിജയ്ക്ക്, അവർക്ക് കേവലം 5 കോൺഗ്രസ് MLA മാത്രമാണുള്ളത്. പക്ഷേ ഈ 5 MLA പിന്തുണ ചാടിക്കേറി പ്രഖ്യാപിക്കുന്നു. അത് തീർച്ചയായിട്ടും ഉദയനിധി സ്റ്റാലിനെയും അവൻ്റെ അച്ഛനായ MK സ്റ്റാലിനെയും ഒക്കെ വളരെയേറെ ദേഷ്യം കൊള്ളിച്ചിട്ടുണ്ട്, രോഷം കൊള്ളിച്ചിട്ടുണ്ട്. അവർ ഇതിനകം തന്നെ കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർക്ക് കത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി പ്രതിപക്ഷ മുന്നണിയായിട്ടുള്ള ND സഖ്യത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് വേറെ ബ്ലോക്ക് തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഈ ചതി ഞങ്ങൾ മറക്കില്ല എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ സമാനമാണ് CPIയുടെ കാര്യവും. അവരാദ്യം ഇല്ല, ഞങ്ങൾ DMK സഖ്യത്തിൽ തന്നെ കാണും, ഞങ്ങൾ നെറുകേട് കാണിക്കില്ല, ഞങ്ങൾ ചതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് നിൽക്കുകയും, എന്നാൽ കഴിഞ്ഞ ദിവസം അവരുടെ തമിഴ്നാട്ടിലെ അപ്പം ഗോവിന്ദനായിട്ടുള്ള അവിടുത്തെ പാർട്ടി സെക്രട്ടറി തന്നെ അവരുടെ 2 MLA ഉള്ളത്. CPMൻ്റെ MLA മൊത്തം തൂക്കി വിജയ്ക്ക് വിറ്റ വാർത്ത പുറത്തേക്ക് വരികയുണ്ടായി. കാശ് കണ്ടാൽ കമന്ന് വീഴുന്നവരാണ് CPMക്കാർ എന്ന് ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവരുടെ പിന്നാലെ CPIയും പോയിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ മറ്റൊരു ഇടത് പാർട്ടിയാണെന്നൊക്കെ പറയുന്ന മറ്റൊരു ഈർക്കൽ പാർട്ടിയുടെ 2 MLA കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ 6ഉം കോൺഗ്രസിൻ്റെ 5 കൂടി ചേരുമ്പോൾ 11 സീറ്റായി. അത് വിജയുടെ 108 സീറ്റിൻ്റെ കൂടെ ഇതുകൂടെ ചേരുമ്പോൾ 119 സീറ്റായി, ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷമായി. പക്ഷേ ന്യായീകരണമായിട്ട് CPM പറയുന്നത് ഞങ്ങൾ എന്തുകൊണ്ട് വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സ്റ്റാലിനെ ചതിച്ചതല്ല, ഞങ്ങൾ DMK ചതിച്ചതല്ല, സ്റ്റാലിൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന ന്യായീകരണമാണ് വെളിയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കാം. സ്റ്റാലിൻ പറഞ്ഞാൽ മുട്ടിലിഴയാൻ വരെ തയ്യാറാണ്. കാരണം സ്റ്റാലിനാണ് ഈ കോൺഗ്രസ് പാർട്ടിനെയും CPMനെയും CPIയൊക്കെ തമിഴ്നാട്ടിൽ പേരിനെങ്കിലും നിലനിർത്തുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ പറ്റാത്ത പാർട്ടിയാണ് ഈ 3 പാർട്ടികളും തമിഴ്നാട്ടിൽ. അതാണ് അവരുടെ തമിഴ്നാട്ടിലെ അവരുടെ പാർട്ടിയുടെ അംഗബലവും ശക്തിയും. അവിടെ സ്റ്റാലിൻ്റെ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള പണം പോലും നൽകുന്നത്. മുൻപ് ഒരു 25 കോടി കൊടുത്ത കണക്കൊക്കെ നമ്മൾ വാർത്തയായിട്ടൊക്കെ അറിഞ്ഞതാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്റ്റാലിൻ തന്നെ ആയിരിക്കണം പറഞ്ഞിരിക്കുക, നിങ്ങൾ തൽക്കാലം വിജയ്ക്ക് കൊണ്ട് പിന്തുണ കൊടുക്കുക, എന്നിട്ട് ഒരു നിർണായക ഘട്ടം വരുമ്പോൾ ആ സർക്കാരിനെ മറിച്ചിടുക, എന്നിട്ട് ഇലക്ഷനെ നേരിട്ടിട്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ ദ്രാവിഡ കക്ഷികൾ DMK അല്ലെങ്കിൽ അണ്ണാ DMK അങ്ങനെ ആരെങ്കിലും അവിടെ ഭരിച്ചാൽ മതി. ഇനി ഒരു MGR തമിഴ്നാടിന് വേണ്ട എന്നതാണത്രേ അവർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇനിയൊരു MGR, അതായത് MGRനെ പോലെ ഒരിക്കലും ആ തമിഴ് രാഷ്ട്രീയം ഒന്നടങ്കം കൈപ്പിടിയിലാക്കി അധികാരം മരിക്കുന്നവരെ കൊണ്ടു നടക്കാനുള്ള ഒരാൾ ഇനി തമിഴ്നാട്ടിൽ വേണ്ട. അതിനാൽ തൽക്കാലം വിജയുടെ കൂടെ നിൽക്കുന്നു എന്ന ഭാവന നിങ്ങൾ അങ്ങോട്ട് പോവുക. തീർച്ചയായിട്ടും ഒരുപാട് ബില്ലുകളും മറ്റുമൊക്കെ നിയമസഭയിൽ പാസ്സാക്കാൻ വരും. അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം വരുമ്പോൾ വിജയുടെ പിന്തുണ പിൻവലിക്കുക. അവിശ്വാസ പ്രമേയത്തിലൂടെ വിജയ് താഴെ പോകുന്നു. സ്വാഭാവികമായിട്ടും 6 മാസത്തിനുള്ളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അങ്ങനെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ പറയാം, ഒരു നടന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ, സ്വാഭാവികമായിട്ടും ഞങ്ങളാണ് പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയക്കാർ, ഞങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ഭരിക്കാനാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഈ ഒരു ട്രെൻഡ് ഒരുപക്ഷെ മാറിയേക്കാം. അങ്ങനെ വീണ്ടും ഭരണം പിടിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം ഒരുപക്ഷെ മുത്തുവേൽ കരുണാനിധിയുടെ മകനായിട്ടുള്ള MK സ്റ്റാലിൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിലേക്ക് CPMനും CPIക്കുമൊക്കെ പങ്ക് പറ്റേണ്ടി വരുന്നു. അല്ലാതെ അവർക്ക് അവിടെ നിലനിൽപ്പില്ല. സ്റ്റാലിൻ മുട്ടിലിഴയാൻ പറഞ്ഞാൽ മുട്ടിലിഴഞ്ഞേ പറ്റൂ. പക്ഷേ കേരളത്തിലെ അവരുടെ അണികളുടെ മുന്നിൽ അവർ വലിയ ചതിയാണ് DMKയോട് ചെയ്തത് എന്ന തരത്തിൽ ഇപ്പോൾ തന്നെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. മറ്റൊരു മുന്നണിയാണ് ജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചാടി അവിടെ കൊണ്ട് പിന്തുണ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചതി എന്നല്ലാതെ അതിന് മറ്റൊരു വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ വന്നിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കാം. എന്തായാലും ഇതോടുകൂടി തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെയും ഇടത് പാർട്ടികളുടെയും ഒക്കെ കട്ടയും പടവും മടങ്ങും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒന്നുകിൽ അവിടെ വിജയ് തന്നെ തുറന്നു ഭരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ BJPക്ക് സ്വാധീനമുള്ള മറ്റൊരു മുന്നണി അവിടെ ഭരിക്കാനായിരിക്കും സാധ്യത. എന്തായാലും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂറുമാറ്റലുകളും ഒക്കെ കാണാൻ പോകുന്ന ഒരു ഇടം തന്നെയായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയം എന്ന കാര്യത്തിൽ സംശയവുമില്ല, തർക്കവുമില്ല.